സാധാരണ ബിസിനസ്സിൽ ഒരു ക്രെഡിറ്റ് പീരീഡ് ഫിക്സ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അതൊരു 30 days ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 45 days ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 60 days ആയിരിക്കും. അപ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കാഷ് ഫ്ലോ ഒക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ 60 പീരീഡിൽ അധികം വരാറില്ല, അല്ലെങ്കിൽ 90 days വരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലും കൂടുതൽ വരാറില്ല. പക്ഷെ ചില സർക്കംസ്റ്റൻസസിൽ ഈ ക്രെഡിറ്റ് പീരീഡ് കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്, ഒന്ന് സെയില് നമുക്ക് എത്തുന്നില്ല. അപ്പോൾ സെയില് കൂട്ടണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് പീരീഡ് കൂട്ടിക്കൊടുത്താൽ സെയില് കൂട്ടാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് ഇപ്പം നല്ല ഡിമാൻഡില്ല, ആ പ്രൊഡക്റ്റ് ഡിക്ലൈനിങ് സ്റ്റേജിലേക്ക് ചെറുതായിട്ട് മൂവ് ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്. ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് പ്രസ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. ആ സമയത്തും ഈ ക്രെഡിറ്റ് പീരീഡ് കൂട്ടേണ്ടതായിട്ട് വരുന്നുണ്ട്. വേറൊരു സർക്കംസ്റ്റൻസസ് വരുന്നത്, നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സേ ഉള്ളൂ. ആ കസ്റ്റമർ നമ്മളോട് ബാർഗെയിൻ ചെയ്ത് ക്രെഡിറ്റ് പീരീഡ് കൂട്ടി വേണം, അല്ലെങ്കിൽ 60 ദിവസം കൊടുത്തതിന് പകരം 100 ദിവസം കഴിഞ്ഞിട്ടേ പൈസ തരുള്ളൂ. ആ ഒരു സിറ്റുവേഷൻ റൈസ് ചെയ്യാറുണ്ട്. വേറെ ഒരു സർക്കംസ്റ്റൻസസ്, നമുക്ക് ഒറ്റ കസ്റ്റമറേ ഉള്ളൂ, അവരെപ്പോൾ തരുന്നോ അന്നേരം മേടിക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള പല സർക്കംസ്റ്റൻസസും ഇതിന് കാരണമാവാറുണ്ട്. നമുക്ക് ക്രെഡിറ്റ് പ്രോപ്പറായിട്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് മുന്നേ കണ്ട് അതിനുള്ള മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബിസിനസ് തകരാൻ ഇത് ഒരു കാരണം തന്നെയാണ്.